ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. നമ്മുടെ ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡും മുട്ടയും ആണ്. ഞാനിപ്പോൾ ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രൗൺ സൈഡ് ഫുള്ള് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ബ്രെഡിൻ്റെ ബ്രൗൺ സൈഡ് ഫുള്ളും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ക്ലീനായിട്ട് ബ്രൗൺ സൈഡ് കട്ട് ചെയ്ത് കളയണമെന്ന് ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു ചെറിയൊരു കത്തി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ടോ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇത് ക്രഷ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച ശേഷം അതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് സവാളയാണ്. 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്നൊന്ന് വെന്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വീട്ടിലേക്ക് വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ബ്രെഡും മുട്ടയും വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡൻ കളറിലാണ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ എരിവെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത് കൂടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയുടെയൊക്കെ ആ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം വെള്ളം കൂടി ചേർക്കുകയാണ്. ചെറിയൊരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് സിം ഒന്ന് നമുക്ക് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അത്രയും സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്ത ശേഷം നമ്മളൊന്ന് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ഇതിലിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ ചേർത്ത ഉപ്പ് തന്നെ മതിയാവും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോണം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മല്ലിയില ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതേ മോയ്സ്ചറോടെ തന്നെ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഓരോ ബ്രെഡായിട്ട് ഡിപ്പ് ചെയ്ത ശേഷം അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ആ വെള്ളം ഫുള്ളും മാക്സിമം പോകുന്ന അത്രയും വരെയും പിഴിഞ്ഞ് കളയണം. അതിനുശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് നിറച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുക്കാം. മാക്സിമം കഴിയുന്നത് പോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാവും. നല്ലതുപോലെ ഷേപ്പ് വരണം എന്ന് ആവശ്യമില്ല. കാരണം നമ്മളിത് പിന്നീട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുന്നതാണ്. അപ്പോഴത്തേക്കും ആ ഷേപ്പൊക്കെ കിട്ടിക്കോളും. ഇപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ മാക്സിമം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ പെട്ടെന്ന് നമുക്കിത് റോൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് റോൾ ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയില്ലേ, ആ ബ്രെഡും പിന്നെ 2 ബ്രെഡും കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് എടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഓരോ ബ്രെഡ് ബോൾസും റോൾ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിലെ എല്ലാ ബോൾസും നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയപ്പോഴത്തേക്കും ഇത്രയും ഷേപ്പ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ബ്രെഡ് ക്രംസിൽ നമ്മൾ റോൾ ചെയ്തെടുക്കുന്ന ടൈമിൽ നന്നായിട്ട് ഷേപ്പായിട്ട് വരും. ഇപ്പോൾ ഞാൻ 5 ബ്രെഡും റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് വേണം ഇടാനായിട്ട്. പിന്നെ നമ്മൾ ഫ്ലെയിം വെക്കേണ്ടത് ഒരു മീഡിയം ടു ലോ. ഒന്നുകിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അല്പം കൂടി അതിൽ നിന്ന് കുറച്ചിട്ട് വേണം വെക്കാനായിട്ട്. ബ്രെഡ് ആയതിൻ്റെ പേരിൽ പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിലാണ്. നമ്മുടെ ഈ സ്നാക്സ് വന്നിട്ട് ഓയിലൊന്നും വലിച്ചെടുക്കില്ല, അങ്ങനെയൊന്നും പേടിക്കേണ്ട. പിന്നെ ഞാൻ ഇത്രയും ഓയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. വീഡിയോ ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഇത്രയും ഓയിൽ ഒഴിച്ചത്. നമ്മൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും എടുക്കത്തില്ല. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്താൽ മതിയാവും.
പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്സാണിത്. പ്രത്യേകിച്ച് നമ്മളിത് ബ്രെഡിൽ ചെയ്തെടുത്തതിൻ്റെ പേരിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് വീട്ടിൽ നമുക്ക് തയ്യാറാക്കാമല്ലോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളത് ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.